വലിയ മോബിന്റെ അടുത്ത് പോയി പെട്ടെന്ന് നമ്മൾ പിന്നെ ഇത് എടുത്ത് അതിൽ ഉറുമിയെടുത്ത് വീശി അതിൽ ആ മോബിനെ അയക്കുക എന്നുള്ളതല്ല ഒരു ലക്ഷ്യമെന്ന് പറയുന്നു. ഇന്നിപ്പോ ആധുനിക ആയുധങ്ങളുള്ള കാലത്ത് തന്നെ AK-47 മറ്റും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ, ചെറിയ പിസ്റ്റളും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ ഇത് നേർക്കുന്നതിനുള്ള ഒരു ഫൈറ്റിങ്ങിന്റെ ഒരു അവസ്ഥയാണ്. അപ്പൊ നമ്മൾ അതിനെ അവകളെയും ആദരം ഏറ്റുവാങ്ങുന്നതിന് ബഹുമാനപ്പെട്ട പ്രസിഡന്റിനെയും ക്ഷണിക്കും. രാവിലെ ഒരു 10 മണി ആകാനായപ്പോഴാണ് നല്ല സൗണ്ടിൽ കളരി വിളക്ക് തെളിഞ്ഞതാണോ എന്ന പാട്ട് കേൾക്കുന്നത്. അപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ ഇന്ന് കളരിപ്പയറ്റിൻ്റെ ഉദ്ഘാടനമാണെന്ന്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വേഗം പണിയെല്ലാം ഒരുക്കി ഞാനും വൈദൂട്ടിയും പോകാൻ റെഡിയായി. ഇന്നാണെങ്കിൽ മഴ കുറച്ച് കുറവായിരുന്നു കേട്ടോ. കുടയും ഫോണും എടുത്ത് ഞാനും വൈദൂട്ടിയും നടന്നിട്ടാണ് പോയത്. ഈ സ്ഥലം എന്ന് പറയുന്നത് വെച്ചാൽ നമ്മുടെ വീട്ടിൻ്റെ അടുത്താണ് കേട്ടോ. കുറച്ച് ദൂരമേ ഉള്ളൂ, നടക്കേണ്ട ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ. അവിടെ എത്തുമ്പോൾ കണ്ടത് പ്രസംഗമായിരുന്നു. കളരിയെ പറ്റി ഒന്നും അറിയില്ലെങ്കിലും ഞാനും വൈദൂട്ടി അവിടെ പോയി കേട്ടിരുന്നു. കേരളത്തിൻ്റെ പൈതൃകവും അഭിമാനവും നിറഞ്ഞ കലാരൂപമാണ് കളരിപ്പയറ്റ് എന്ന് പറയുന്നത്. കണ്ണൂർ ജില്ലയിലെ കൊളച്ചേരി പഞ്ചായത്തിൽ കാവുഞ്ചാൽ എന്ന സ്ഥലത്താണ് ഈ കളരിപ്പയറ്റ് ഉദ്ഘാടനം നടക്കുന്നത്. അങ്ങനെ പാട ആളൊന്നും ഇല്ല കേട്ടോ. അവിടെ ഒരു വീടിൻ്റെ മുറ്റത്തായിരുന്നു ഈ സ്റ്റേജും പ്രസംഗവും ഒക്കെ നടന്നത്. അതിന് നേരെ മുന്നിലാണ് ഈ കളരി അഭ്യസിക്കുന്ന സ്ഥലവും. പ്രസംഗം കഴിഞ്ഞപ്പാട് എല്ലാവർക്കും അവിടെ പോകേണ്ട തിരക്കായിരുന്നു. അതിൻ്റെ ഇടയിൽ നമുക്കെല്ലാവർക്കും പാൽപ്പായസം കൂടെ കിട്ടി കേട്ടോ. ഇനി നമുക്ക് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. ഈ കളരിയുടെ നമ്മുടെ പ്രവർത്തനമായി വളരെയേറെ, അതായത് സ്വന്തം ഒരു കളരി എന്ന നിലയിലേക്ക് എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മളോടൊപ്പം അല്ലെ നമ്മളെക്കാൾ മുന്നിട്ടിറങ്ങി ഈ പ്രവർത്തനത്തിന് വേണ്ടി ഇപ്പോഴും സജീവായി ഇതിന്റെ നല്ലാതിരി ഉറക്കൊഴിഞ്ഞുകൊണ്ട് പ്രവർത്തിച്ച അൻസീറിനെ ഈ കളരി സംഘത്തിന് വേണ്ടി ആദരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാം.
പരിശീലിക്കുന്ന കുട്ടികളാണ്. പുതിയ കുറച്ച് കുട്ടികളുണ്ട്, സീനിയേഴ്സും ഉണ്ട്. 3 സമ്പ്രദായങ്ങളാണ്: കടത്തനാടൻ, വടക്കൻ, തെക്കൻ. ഈ 3 സമ്പ്രദായത്തിന്റെയും കുറച്ച് ഇരടുകളാണ് ഇവിടെ ഇപ്പൊ കാണിക്കുന്നത്. കളരി വണക്കം. കൈ തൊഴുത് മാറുന്ന നേരി വെച്ചു, എടുത്തു മാറി കൈക്ക് നോക്കി, കളരി തൊട്ട് വലത്ത് കൊടുത്ത് വീശടിച്ച് മാറി ചവിട്ടി തൊഴുതന്ന് വട്ടച്ചോടിൽ കൈ നിർത്ത് തൊഴുത് മടക്കി അമർന്ന് എടുത്തു മാറി കൈക്ക് നോക്കി ചുറ്റിത്തൊട്ട് വന്നിച്ച് തലയോട്ടിയെ കവാല പത്മം പ്രകൃതിയെ സ്വന്തം ജീവിതത്തിന്റെ ഭാഗമായി തത്വമസിയായി കണ്ടുകൊണ്ട് ഞാൻ തന്നെയാണ്, അല്ലെങ്കിൽ എന്നിലാണ് എൻ്റെ ജീവൻ, പ്രാണൻ, ഞാനാണ് സർവ്വതിനും അധിപൻ എന്ന സ്ഥാനത്തേക്ക് വില കൽപ്പിച്ചുകൊണ്ടാണ് ഈ പൂത്തറ സംഘടിപ്പിച്ചിരിക്കുന്നത്. പൂത്തറ ഇന്ന് രാവിലെ ആരും തെറ്റിദ്ധരിക്കരുത്, 5 പേരെ മാത്രം ഇറക്കിക്കൊണ്ട് ഇതിന്റെ അവകാശികളായിരിക്കുന്ന 5 പേരെ ഇറക്കിക്കൊണ്ടാണ് ഈ കളരിയെ, ഈ പൂത്തറ കളരിയിലെ ചില കർമ്മങ്ങൾ നടത്തി ദേഹരക്ഷയ്ക്കും ആരോഗ്യത്തിനും ആയുസ്സിനും ഉതകുന്ന രീതിയിലുള്ള ചില പ്രാർത്ഥനയും കാര്യങ്ങളോട് കൂടി ഉൾപ്പെടുത്തിയാണ് ഈ കളരി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്, ദേഹരക്ഷ നടത്തിയിട്ടുള്ളത്. ഈ കളരിയിൽ വരുന്ന ആർക്കും തന്നെ പോസിറ്റീവ് എനർജി അല്ലാതെ ഒരു തരത്തിലും നെഗറ്റീവ് എനർജി ഉണ്ടാകില്ല. ആ തരത്തിലാണ് ഈ കളരി നമ്മുടെ ശരീരത്തിന്റെ അളവുകൾ, കാൽപാദത്തിന്റെ അളവുകൾ കൊണ്ടാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഏത് സ്ഥലത്തൊന്ന് നോക്കിയാലും അവനുള്ള മധ്യകർണം ഒഴിവായിക്കൊണ്ട് അവന്റെ പ്രാണൻ ഉച്ചതിയിലെത്തുന്ന രീതിയിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത് ദിക്കുവണക്കം. കൈ തൊഴുത് മാറുന്ന നേരി വെച്ചു, വലത്ത് വാങ്ങി ചവിട്ടി തിരിഞ്ഞു നടന്ന് പെരുക്കി തട്ടി പെരുക്കി താണാർന്ന് ഇടത്ത് മാറി കൈക്ക് നോക്കി ചുറ്റിത്തൊട്ട് വന്നിച്ച്. ഇത് ദിക്ക് വണക്കമാണ്. ഇതിനങ്ങനെ വന്ദനക്രമമില്ല. അഷ്ടദിക്ക് പാലകന്മാരെ അല്ലെ നമ്മുടെ ശരീരത്തിന്റെ നാനാഭാഗത്തും കൈതാത്തിട്ടു, നാനാഭാഗത്തും കണ്ണെത്തിക്കുക, അത് മെയ് കണ്ണാവുക, കണ്ണ് മെയ് ആവുക എന്ന തത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ അകത്തുള്ള ഒരു ഭാഗം സുദർശന ചക്രത്തെ ആസ്പദമാക്കിയുള്ള ഉയർന്ന നിലയിലുള്ള മർമ്മ സംബന്ധമായിട്ടുള്ള അഭ്യാസവുമായി ബന്ധപ്പെടുത്തി കോർത്തിണക്കിക്കൊണ്ടാണ് ഇതിൽ പെരുക്കി തട്ടി പെരുക്കി താണ് അമർന്നു എന്ന ഭാവം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൈ തൊഴുത് മാറി നേരി വെച്ചു, കൈ തിരിച്ച് മേലോട്ട് ഉയർത്തി സർപ്പ വടിവിൽ അമർന്ന് താണ് തിരിഞ്ഞു വലിഞ്ഞമർന്ന് താണ് തിരിഞ്ഞു വലിഞ്ഞമർന്ന് താണ് തിരിഞ്ഞു വലിഞ്ഞമർന്ന് താണ് തിരിഞ്ഞു വലിഞ്ഞമർന്ന് ഇടത്ത് മാറി കൈക്ക് നോക്കി ചുറ്റിത്തൊട്ട് വന്നിച്ച്. 75-80% ഒരു 25 വയസ്സിന് മേലോട്ട് ആളുകൾക്കും നട്ടലിനാണ് കംപ്ലൈന്റ്, നടു വേദനയും അതുമായിട്ട് ബന്ധപ്പെട്ട തകരാറ്. ഇത് ഒരു പാമ്പാണ്. ശരി, നാഗവണക്കം എന്ന് പറയുന്നത് ചന്ദ്രവണക്കം എന്ന് പറയും, അല്ലെ നാഗവണക്കം. നമ്മുടെ നട്ടലിനുള്ളിൽ കൂടി തന്നെ സാങ്കല്പികമായി കടന്നു പോകുന്ന ഇടാപിൻകല നാഡികൾക്ക് ആധാരമായി സുഷുമ്നാ നാഡിയെ നമ്മുടെ ഒരു പാമ്പിനോട് ഉപയോഗിച്ചാണ്. അങ്ങനെ ശരീരഘടന പഠിച്ച ആളുകൾക്ക് അറിയാം, അതൊരു സർപ്പത്തിന്റെ ഭാഗമായിട്ടാണ് ചിത്രം ഉണ്ടാവുക. അത് സുഷുമ്നാ നാഡി. ഇതിന് ഉത്തേജനം കൊടുക്കുന്ന നമ്മുടെ കശേരിക്കുള്ളിലെ അയവും അതുപോലെ തന്നെ നടുവെ ഫ്രീയാക്കി ചെയ്യാൻ പറ്റുന്ന ഒരു വ്യായാമത്തിന്റെ മുറയാണ് ഇത്. ഏതൊരു ശത്രുവിൽ നിന്നും തന്റെ ശരീരത്തെ ഒഴിഞ്ഞു മാറാനുള്ള ഒരു വ്യായാമത്തിന്റെ ഭാഗമാണ്. നമുക്കറിയാം, ഒരു ഇഞ്ച് വട്ടത്തിലുള്ള ഒരു കൊയലിനുള്ളിൽ കൂടി പാമ്പിന് മാത്രമേ ഉള്ളിലോട്ട് കിടന്നു കഴിഞ്ഞാൽ അതിന്റെ തല പുറത്ത് വരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അങ്ങനത്തെ ഒരു ഉരകം പാമ്പും മാത്രമേ ഉള്ളൂ. അതുപോലെ തന്റെ ശരീരത്തിന്റെ കൈ പൊത്തിക്കൊണ്ട് നേരെ താണ് തിരിഞ്ഞു വലിഞ്ഞു എന്ന് പറയുമ്പോൾ
പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്കുള്ള കഴുത്തിന് മേലോട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഒരു അക്രമത്തെ അല്ലെങ്കിൽ ഒരു പ്രതിരോധിക്കുന്ന രീതിയാണ്. ഇതിന് കണ്ണോട്ടവും അതുപോലെ തന്നെ കൈവേഗതയും സൂക്ഷിപ്പിക്കാൻ വേണ്ടി കളരിയിൽ പരിശീലിപ്പിക്കുന്ന ഒരു 3 ചാൺ വടിയുടെ പയറ്റാണ്. അടുത്തത് ശരീര വടിപ്പയറ്റ്, കെട്ടുതാരി. നമുക്കറിയാം കളരിയുടെ ഭാഗമായിട്ട് പഴയ ഒരു ആളുകൾക്ക് അറിയാം, അതായത് പിന്നെ 7ാമത്തെ വയസ്സിൽ കളരിയിൽ ചേർന്നാൽ 8ാമത്തെ വയസ്സിൽ കെട്ടിപ്പയറ്റണം എന്നാണ് പഴമൊഴി. അതായത് ഒരു വശത്ത് നിൽക്കുന്നത് ഗുരുനാഥ സ്ഥാനവും മറ്റൊരു വശത്ത് നിൽക്കുന്നത് ശിഷ്യസ്ഥാനവുമാണ്. അപ്പം ഗുരുനാഥൻ പറയുകയാണ്, എന്നെ വലത്തേക്കാലിൽ നീ മുന്നോട്ട് വെച്ച് നീ എന്നെ അടിക്കൂ, വലത്ത് വെച്ച് കെട്ടി ഇടത്ത് വെച്ച് കെട്ടി. വായ്ത്താരിക്കനുസരിച്ചിട്ട് കുട്ടികളുടെ ആദ്യം മനസ്സും ശരീരത്തെയും പാകപ്പെടുത്തിയെടുക്കാൻ വേണ്ടി, ഭയത്തെടുക്കാൻ വേണ്ടി ആണ് ഇതിൻ്റെ അകത്ത് പഠിപ്പിക്കുന്നത്. പക്ഷെ ഇതിന്റെ വെറുകൈ രൂപത്തിലേക്ക് വരുമ്പോൾ ഇത് മാരകമായ അഭ്യാസ രൂപമാണ്. നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു കുരുക്ഷേത്ര കളരി അഭ്യസിക്കുന്ന ഒരു സ്ഥലം വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.